സാഹചര്യമുള്ള ഒരു പാർട്ടി മദ്യത്തിന് വേണ്ടി ഇവിടെ കോട്ടകൊത്തളങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുമ്പോൾ അവരാണ് ഇതിന്റെ ഒന്നാം പ്രതി. അവർ മദ്യത്തിന്റെ തൊഴിൽ സംരക്ഷണം എന്ന അർത്ഥത്തിൽ മദ്യത്തിനെ കാണുകയും അതിന്റെ തിന്മയെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ഉടനീളം അമ്മ പെങ്ങന്മാർ മദ്യത്തിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ട് അവരുടെ ജീവിതം കരഞ്ഞു തീർക്കുകയാണ്. അതിന്റെ രക്തസാക്ഷിയാണ് യഥാർത്ഥത്തിൽ ആ പെരിങ്ങോട്ട് 14 വയസ്സുകാരനായ കുട്ടി. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ, ഇവിടുത്തെ രാഷ്ട്രീയ ലോബികൾ മദ്യം നിരോധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് കള്ളി കുടിച്ച് ബോധമില്ലാതെ കിടന്നാൽ മാത്രമേ ഇവന് നാട്ടിൽ കക്കാൻ പറ്റൂ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യമില്ലാത്ത ഒരു സമൂഹമുണ്ടെങ്കിൽ, ബോധമുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എല്ലാ സഖാക്കന്മാരും ആവശ്യത്തിന് മുൻപത്തെ എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനത്തിന് തിരിക്കാൻ കൂടി സോളിഡാരിറ്റി പോലുള്ള വിപ്ലവ യുവനം തയ്യാറാകും എന്നാണ് നമ്മൾ ഇവിടെ ഉറക്കെ തന്നെ പ്രഖ്യാപിക്കുന്നത്. നിങ്ങളെ മദ്യത്തിനെയും മയക്കുമരുന്നത്തിനെയും അടിമകളാക്കിക്കൊണ്ട് ഇവിടുത്തെ വിപ്ലവ യൗവനത്തെ കരിച്ചു കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുത്. ഇവിടെ ലോകാടിസ്ഥാനത്തിൽ തന്നെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിപ്ലവങ്ങളെയൊക്കെ നിങ്ങൾ